ഭൂമിയിലെ രാജ്യത്വങ്ങൾ അവന്റെ മുമ്പിൽ മുഴങ്കാലും മടക്കും. എന്നാണ് സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുന്ന ആ വലുതും ഭയങ്കരവുമായിരിക്കും നാളിൽ ഭൂമിയിൽ സമാധാനം ഉറപ്പിക്കപ്പെടും. എല്ലാ രാജാക്കന്മാരും ക്രിസ്തുവിന്റെ മുമ്പിൽ അടിവണങ്ങും. എല്ലാ മത നേതാക്കന്മാരും ഭൂമിയിൽ നിന്നും അയക്കപ്പെടും. യേശുക്രിസ്തു ഏക രക്ഷകനും ഏക രാജാവുമായിട്ട് വാഴുമ്പോൾ യേശുക്രിസ്തുവിനെ അല്ലാതെ യെരുശലേമിൽ അവനെ നമസ്കരിക്കുന്നവരല്ലാതെ ലോകത്തിൽ മറ്റൊരു വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാ മതപുരോഹിതന്മാരും നഷ്ടപ്പെടും. എല്ലാ ജാതികളും ഇവിടെ ഇല്ലാതെയായിട്ട് തീരും. എന്ന് വെച്ചാൽ ജാതി സ്പർദ്ധ ഇവിടെ ഇല്ലാതായി തീരും. ജാതികൾ ഇല്ലാതെയായി തീരും എന്ന് പറഞ്ഞാൽ മനുഷ്യരില്ലാതായി തീരുമെന്നല്ല, ജാതികളുടെ സ്വഭാവങ്ങൾ ഇല്ലാതായിട്ട് തീരും. ഇപ്പോൾ സാത്താനാണത്രേ നമ്മളെ കൊണ്ട് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ സേവിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? സാത്താൻ നമ്മുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. അതേ, സാത്താനെ 1000 ആണ്ട് തടവിലിടുകയും 1000 ആണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വാഴുകയും ചെയ്യുന്ന നാളില് അതേ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം വെള്ളത്താൽ നിറയപ്പെട്ടതുപോലെ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. ആ സമാധാനത്തിന്റെ 1000 ആണ്ട് വാഴ്ചകാലം അടുത്തിരിക്കാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സമാധാന പുത്രനെ കൂടെ ഭൂമിയിൽ സമാധാനത്തിൽ വാഴുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സുവിശേഷ ഘോഷണം എന്താണ് നിങ്ങളെ അറിയിക്കുന്നറിയാമോ? യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവനോട് കൂടെ ജീവിക്കണം. എത്ര നാള്? 1000 വർഷം. അതേ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ 60 70 വർഷം മാത്രം ആയുസുള്ള നിനക്ക് 1000 വർഷം യേശുക്രിസ്തുവിനോട് കൂടെ തന്നെ ഭൂമിയിൽ വാഴുവാൻ ഒരു അവകാശം നൽകത്തിരപ്പെടുകയാണ്. അതെ, മരിച്ചു പോകുന്ന മനുഷ്യർക്ക് ദൈവത്തോടു കൂടി 1000 ആണ്ട് ഭൂമിയിൽ ജീവിക്കാമെന്ന് ഇതാകുന്നു യേശുക്രിസ്തുവിനുള്ള വാഗ്ദത്ത വചനം.